ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. അന്തർജില്ലാ സൈക്കിൾ യാത്രയ്ക്ക് തലശ്ശേരിയിൽ വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പ്രകൃതി സ്നേഹികളായ നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ അന്തർജില്ലാ സൈക്കിൾ യാത്രയ്ക്ക് തലശ്ശേരിയിൽ വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കഴിഞ്ഞ ചൊവ്വാഴ്ച മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നും മുതിർന്നവരും 6 കുട്ടികളും 2 സ്ത്രീകളും അടങ്ങുന്ന 25ഓളം പ്രകൃതി സ്നേഹികളുടെ നേതൃത്വത്തിലാണ് 6 ദിവസത്തെ സൈക്കിൾ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. 3 ജില്ലകളിലൂടെ 400 കിലോമീറ്ററോളം സൈക്കിളിൽ സഞ്ചരിച്ച് സൈക്കിൾ യാത്രയുടെ പ്രാധാന്യം സമൂഹത്തിന് പകർന്നു നൽകുന്നതിനോടൊപ്പം 2 വീലർ ലൈസൻസിന് സൈക്കിൾ ബാലൻസ് നിർബന്ധമാക്കുക, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിൾ നൽകുക, കൂടുതൽ സൈക്കിൾ പാത അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന അന്തർജില്ലാ സൈക്കിൾ യാത്ര 6 ദിവസത്തെ സന്ദേശ പര്യടനത്തിന് ശേഷം ഞായറാഴ്ച തിരൂരിൽ സമാപിച്ചു. 10 വയസ്സുള്ള മുഹമ്മദ് ഫാസിലും 77 വയസ്സുള്ള തിരൂർ സ്വദേശി ഗോപാലിനും 74 വയസ്സുള്ള ഏറ്റുമാനൂർ സ്വദേശി രാജു ജോസഫും ഉൾപ്പെടെ യാത്രാ സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടുന്നു. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ PA രാധാകൃഷ്ണനാണ് യാത്രാ സംഘത്തെ നയിക്കുന്നത്. തലശ്ശേരി ALP സ്കൂളിൽ വെച്ച് സംഘത്തിന് നൽകിയ സ്വീകരണത്തോടൊപ്പം അവർക്കായി ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. ജീവ ഗുരുവായൂർ നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6 ദിവസമായിട്ട് അവരൊരു യാത്രയിലാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച തിരൂരിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഏകദേശം ഗുരുവായൂരിലേക്ക് യാത്ര ചെന്നെത്തുമ്പോൾ 3 ജില്ലകൾ കഴിഞ്ഞ് 400ഓളം കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് ഈ യാത്ര പോകുന്നത്. ഈ യാത്രക്ക് വലിയൊരു സന്ദേശം അവർ ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പറയുന്നത്. 2 വീലറിൻ്റെ ലൈസൻസ് എടുക്കുന്നതിന് സൈക്കിൾ ബാലൻസ് കൂടി കൊണ്ടുവരിക എന്നുള്ളതും, അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൈക്കിൾ ചവിട്ടുന്നതിനും അതുപോലെ തന്നെ നിർദ്ധരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിൾ വിതരണം നടത്തുക എന്നുള്ളതും, മറ്റൊന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ പാത അനുവദിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ അന്തരീക്ഷം എത്രത്തോളം മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ അന്തരീക്ഷം ഇത്രയും അധികം മലിനമാകുന്നത്? ഈ ഒരു ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേത്രയോട് പാടിയതുപോലെ നമ്മളൊക്കെ ഇവിടെ ഒരു വിരുന്നുകാരാണ്. ഒരു നിമിഷം നമ്മൾ ഏതൊരു ലോകത്തു നിന്നാണോ നമ്മൾ വന്നത് ആ ലോകത്തേക്ക് തിരികെ പോവുകയും മറ്റൊരു സമൂഹം ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിതിൻ്റെ സൂക്ഷിപ്പ് കൂട്ടുകാരാണ്. ഇതുപോലെ തന്നെ ഭദ്രമായി സൂക്ഷിച്ച് മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കേണ്ട ഒരു ചുമതലയും ഉത്തരവാദിത്വം നമുക്കുണ്ട്. VCV ന്യൂസ് ദേശമംഗലം. You are watching VCV News.